കോണ്ടൂർ ഐലൻഡ് റിസോർട്ട് ആൻഡ് സ്പാ. ഇത് ബ്യൂട്ടിഫുൾ ഒരു പ്രോപ്പർട്ടി നോക്കിയേ. ഇപ്പൊ കുറച്ച് വിസിബിലിറ്റി ആകുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ് കോട ഇറങ്ങി നിൽക്കുകയാണ്. അതാണ് ഇവിടുത്തെ ബാണാസുര സാഗർ ഡാം. മഞ്ഞിൽ മൂടി കിടക്കുന്നു. കോട്ടേജ് ടൈപ്പായിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് അങ്ങ് ഏറ്റവും വരെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്റെ കോട്ടേജ് താഴെയായിരുന്നു, അവിടെ ആയിരുന്നു മറ്റേ പ്രൈവറ്റ് പൂൾ. ഇവിടെയും ഒരു പൂളും ഇരിക്കാനുള്ള നിരപ്പായ സ്ഥലവും. ഇത് വേറൊരു കോട്ടേജ് ഇവിടെയല്ല. നല്ല രസമുണ്ട്, ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. ഇവിടെ കുറേ ഫ്രൂട്ട് ട്രീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നെല്ലിക്ക മരമുണ്ട്, ഇവിടെ മൾബറി കാണുന്നുണ്ട്. കുറേ രസമുണ്ട്, നന്നായിട്ട് ചെയ്തിരിക്കുന്നു ഈ പ്രോപ്പർട്ടി. ഇഷ്ടംപോലെ കിളികളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ നല്ല കിളികളുടെ ശബ്ദമൊക്കെ കേട്ടോ. ഭംഗിയായിരിക്കും. ഓരോ കോട്ടേജും ഒരു ചെറിയൊരു നാലുകെട്ട് പോലെയോ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ പാറ്റേൺ ആണ്. കുറെ നാളായി ഒരു ആലന്വേഷിച്ച് നടക്കുന്നു. ഇവിടെ വരേണ്ടി വന്നു നല്ലൊരു ആലിനെ കാണാനായിട്ട്. അപ്പൊ ഇവർക്ക് ഒരു സെപ്പറേറ്റ് മെനു തന്നെ ഉണ്ട്, ട്രഡീഷണൽ ഡിഷസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം വയനാടിന്റെ ആണെങ്കിലും അട്ടപ്പാടിയുടെ ആണെങ്കിലും മലബാറിന്റെ ആണെങ്കിലും പിന്നെന്താ പറയാ കോട്ടയംകാരുടെ ആണെങ്കിലും എല്ലാം ട്രഡീഷണൽ ഫുഡ് വേണമെങ്കിലും അവൈലബിൾ ആണ്. ആ ഒരു മെനു നോക്കിയിട്ട് പറഞ്ഞാൽ അപ്പോൾ വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം. ഡൈനിങ് എക്സ്പീരിയൻസും ഭയങ്കരമാണല്ലോ. പല ആൾക്കാർ സ്ഥലം കാണാൻ വരുന്ന സ്ഥലം കാണുക മാത്രമല്ല ലോക്കൽ ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ കുറേ പേർക്കെങ്കിലും.